വിവാഹം നേരിൽ കാണണമെന്ന മകളുടെ ആഗ്രഹം സാധിച്ചു നൽകി ദമ്പതികൾ. ഗുരുവായൂർ അമ്പലനടയിൽ കാൽ നൂറ്റാണ്ടിന് ശേഷം നടന്ന വിവാഹത്തിനാകട്ടെ മുൻകൈയെടുത്ത് നേതൃത്വം നൽകിയത് 24 വയസ്സുകാരിയായ മകളും. തൃശൂർ മണലൂർ സ്വദേശികളായ ഷൈനനും ഭാര്യ ലജിനയും മകൾ അയോമിയുമാണ് നാട്ടുകാർക്ക് കൗതുകമായി മാറിയ വിവാഹത്തിലെ താരങ്ങൾ. അച്ഛന്റെയും അമ്മയുടെയും വിവാഹ ആൽബത്തിൽ താനില്ലെന്ന മകളുടെ പരിഭവം. അടുത്ത വിവാഹത്തിന് തീർച്ചയായും മകളെ കൊണ്ടുപോകുമെന്നുള്ള മാതാപിതാക്കളുടെ ഉറപ്പ്. അയോമി എന്ന 24 വയസ്സുകാരിയുടെ കുട്ടിക്കാലത്തെ ആഗ്രഹം 25 വർഷങ്ങൾക്ക് ശേഷം സാധിച്ചു നൽകിയിരിക്കുകയാണ് മാതാപിതാക്കളായ ഷൈനനും ലജിനയും. ഏറെ കൗതുകം തോന്നുന്ന കല്യാണം നടന്നതാകട്ടെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയും. മകളുണ്ടായതിനു ശേഷം മകള് വളരെ ചെറുപ്പത്തിൽ തന്നെ പറയും, അച്ഛൻ്റെ അമ്മയുടെയും വിവാഹത്തിന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഒരു വിവാഹം കഴിക്കണം എന്ന് അവളുടെ ആവശ്യപ്രകാരം അത് വളരെ നാളുകളായിട്ട് ചെയ്തു. അങ്ങനെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ 25 വർഷത്തിൽ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ഒരു ഗുരുവായൂർ വെച്ചിട്ട് തന്നെ ഇങ്ങനൊരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. 2000 ജനുവരി 28-നാണ് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഷൈനനും ലജിനയും വിവാഹിതരായത്. ദമ്പതികളുടെ 25ാം വിവാഹ വാർഷിക ദിനത്തിൽ തന്നെയാണ് മകൾ മുൻകൈയെടുത്ത് നടത്തിയ പുനർവിവാഹവും നടന്നത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന അയോമി ഷൈനനും ലജിനയും അറിയാതെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വിവാഹത്തിനായി പണമടച്ച് ബുക്ക് ചെയ്തത്. എന്നാൽ വീണ്ടും വിവാഹം കഴിക്കാനായി പറഞ്ഞപ്പോൾ അമ്മ ലജിന ആദ്യം എതിർത്തു. എന്നാൽ മകളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ തന്നെയായിരുന്നു ഷൈനന്റെ തീരുമാനം. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കാണാനായിട്ട് ഒരു ഭാഗ്യമുണ്ടായി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ആ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ടെൻഷനും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്താ പറയാ, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മകളുടെ ആഗ്രഹപ്രകാരം വിവാഹം നടത്താൻ തയ്യാറായെങ്കിലും ആർഭാടരഹിതമായിരിക്കണമെന്നത് ദമ്പതികൾക്ക് നിർബന്ധമായിരുന്നു. മാതാപിതാക്കളുടെയും മകളുടെയും ആഗ്രഹങ്ങൾ ഒരുപോലെ സാധിച്ച ചടങ്ങിൽ അതുകൊണ്ട് തന്നെ ആകെ അടുത്ത ബന്ധുവും സുഹൃത്തുക്കളുമടക്കം 6 പേർ മാത്രമാണ് പങ്കെടുത്തതും. ന്യൂസ് മലയാളം, തൃശൂർ.